Okay, dear friends, welcome back to the class. Do you remember what we learned in the last class? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ ഒന്നാം പാഠം പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? Yes, we are studying our first lesson. Answers, switch on your video. Yeah, ഒന്നാം പാഠം നമ്മള് my body അല്ലേ? We are studying my body, first chapter. നമ്മൾ അതിന്റെ exercise C അല്ലേ? exercise C ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ആണോ? എല്ലാവരും exercise C ചെയ്യുമല്ലേ നമ്മള്? Yes, അതെ. അതിനെ sit straight. ആദിൻ നേരെ ഇരുന്നേ ആദി. ഓക്കെ, നമ്മള് exercise C ചെയ്യുവാണേ. നമ്മൾ എത്ര എണ്ണം ചെയ്തു? നാലാമത്തെ നമ്മൾ ചെയ്തു അല്ലേ? I have dash teeth, white, yellow. നമ്മൾ പറഞ്ഞു പല്ല് തേച്ചവരുടെ എല്ലാം വൈറ്റ് ആയിരിക്കും, പല്ല് തേക്കാത്തവരുടെ യെല്ലോ കളർ ആയിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങളുടെ ടീത്ത് വൈറ്റ് ആണോ യെല്ലോ ആണോ? ഏതാ? നിങ്ങൾ പല്ല് തേക്കുന്നവരാണോ തേക്കാത്തവരാണോ? ആ, നമ്മുടെയൊക്കെ ടീത്ത് വൈറ്റ് അല്ലേ? നമ്മളെല്ലാം രാവിലെ പല്ല് തേക്കും. അപ്പൊ വൈറ്റ് എന്നുള്ളടത്ത് ടിക്ക് ചെയ്യാം. ഓക്കെ, വൈറ്റ് എന്നുള്ളടത്ത് ടിക്ക് ചെയ്യുക. എക്സസൈസ് 4 സിയിലെ 4. ഓക്കെ, എക്സസൈസ് സിയിലെ 4 എല്ലാവരും ചെയ്തോ മക്കളെ? ഇനി 5th one നോക്കിക്കേ. എക്സസൈസ് സിയിലെ 5ാമത്തത് നോക്കിക്കേ. എക്സസൈസ് സിയിലെ 5ാമത്തത് കണ്ടോ? കണ്ടോ മക്കളെ എക്സസൈസ് സിയിലെ 5ാമത്തത്? Yes, I have dash fingers on one hand. 5 ഉണ്ട്, 10 ഉണ്ട്. ഒരു കയ്യില് നമ്മുടെ 1 ഹാൻഡിൽ എത്ര ഫിംഗേഴ്സ് ആണ് നമുക്കുള്ളത്? എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 5 അല്ലേ? അപ്പൊ 5 എന്നുള്ളതാണ് കറക്റ്റ്. അതിന് ടിക്ക് ഇട്ടോ, 5 എന്നുള്ളത്. ഓക്കെ, I have 5 fingers in one hand. ഒരു കയ്യിൽ നമുക്ക് 5 ഫിംഗേഴ്സ് ആ ഉള്ളത്. ചെയ്തവരുന്ന് തമ്പ് തന്നെ ടീച്ചർക്ക്. ആദ്യം എഴുതിയോ? ആദ്യം എഴുതിയോ? ഓക്കെ, അടുത്ത നോക്കിക്കേ. ഐ ആം ഡാഷ്. ടോൾ ആണോ ഷോർട്ട് ആണോ? നിങ്ങൾ ടോൾ ആണോ ഷോർട്ട് ആണോ എന്നുള്ളത് ആരോണെ? പേജ് നമ്പർ 135. പേജ് നമ്പർ 135. ഓക്കെ, പേജ് നമ്പർ 135 എക്സസൈസ് സി ആണ് നമ്മൾ ചെയ്യുന്നത്. സി, എക്സസൈസ് സിയിലെ 6ാമത്തത്. 5 നമ്മൾ ചെയ്തു. ഇനി 6ാമത്തത്. ഐ ആം ഡാഷ്. ടോൾ ആണോ ഷോർട്ട് ആണോ? നിങ്ങൾ ഉയരമുള്ളതാണോ അതോ ചെറുതാണോ? ഉയരമുള്ളതിന് നമ്മൾ ടോൾ എന്ന് പറഞ്ഞാൽ നീളം കൂടിയത്, ഷോർട്ട് എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത്. അപ്പൊ നിങ്ങൾ ടോൾ ആണോ ഷോർട്ട്
ഷോർട്ട് ആണെങ്കിൽ ഷോർട്ടിന് ടിക്ക് ഇടുക. ഷോർട്ട്. ആദ്യം അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ. എന്താ ഇതില്ല, കേൾക്കുന്നില്ല, പറ. ഇതൊന്നും കൂടി ഒന്ന് ആദ്യം തൊട്ടൊന്ന് പറയാവോ? ആയിക്കോട്ടെ. ഫസ്റ്റ് വൺ, ഐ ഹാവ് ലാർജ് ഹെയർ. ലോങ് ആണോ ഷോർട്ട് ആണോ? ലോങ് ആണെങ്കിൽ നീളമുള്ള ഹെയർ എന്നാണോ നീളം കുറഞ്ഞ ഹെയർ ആണോ? ഹെയർ ഷോർട്ട് ആണ് നിങ്ങളുടെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഷോർട്ട്, SHORT, ഷോർട്ടിന് ടിക്ക് ഇടുക. ചെയ്തോ? Did you do it? ഒന്നാമത്തെ ചെയ്തോ? രണ്ടാമത്തെ നോക്കി, ഐ ഹാവ് ഡാർക്ക് ഹെയർ. ബ്രൗൺ ആണോ ബ്ലാക്ക് ആണോ? തലമുടി ബ്ലാക്ക് ആണോ ബ്രൗൺ ആണോ? ബ്ലാക്ക് ആണ്, ബ്ലാക്കിന് ടിക്ക് ഇടുക. മൂന്നാമത്തത്, ഐ ഹാവ് ഡാർക്ക് ഐസ്. ബ്ലാക്ക്, ബ്രൗൺ, ഗ്രീൻ, ബ്ലൂ. ബ്ലൂ ഐസ് ആണോ ആണെങ്കിൽ ബ്ലൂവിന് ടിക്ക് ഇടുക. ബ്ലാക്ക് ആണ്, ബ്ലാക്കിന് ടിക്ക് ഇടുക. ഓക്കെ, ഏതാന്ന് വെച്ചാൽ ഇടുക. ഓക്കെ, അടുത്തത്, ഐ ഹാവ് ഡാർക്ക് ടീത്ത്. പല്ലിന്റെ കളർ അല്ലേ? യെല്ലോ ആണോ വൈറ്റ് ആണോ? വൈറ്റ് അല്ലേ? അടുത്തത് അഞ്ചാമത്തത്, ഐ ഹാവ് ഡാർക്ക് ഫിംഗേഴ്സ് ഇൻ വൺ ഹാൻഡ്. എന്റെ ഒരു കയ്യില് എത്ര ഫിംഗേഴ്സ് ഉണ്ട് നമുക്ക്? 5 അല്ലേ? അപ്പൊ 5ന് ടിക്ക് ഇടുക. പിന്നെ പറഞ്ഞ ആറാമത്തത്, ഐ ആം ടോൾ ഓർ ഷോർട്ട്. നിങ്ങൾ ടോൾ ആണോ ഷോർട്ട് ആണോ? ഷോർട്ട് അല്ലേ നിങ്ങള്? അപ്പൊ ഷോർട്ടിന് ടിക്ക് ഇടുക. അവിടെ വരെ നമ്മൾ ചെയ്തു അല്ലേ? എല്ലാരും അവിടെ വരെ ചെയ്തില്ലേ മക്കളെ? കൈ കാണിച്ച് തമ്പ് തന്നെ അവിടെ വരെ ചെയ്തെങ്കിൽ. യെസ്, ഗുഡ്, വെരി ഗുഡ്. നമ്മളെല്ലാവരും ആൻസർ എഴുതിയില്ലേ? ആൻസർ എവിടെ വരെ? ആൻസേഴ്സ് എഴുതി എവിടെ വരെ? യെസ്, ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും ആറാമത്തെ എക്സസൈസ് വരെ ചെയ്തു കഴിഞ്ഞു. ഇനി 7th വൺ, ഏഴാമത്തെ നോക്കിയേ മക്കളെ. ജോവിനും ജോയിലും അവിടെ അടി ഉണ്ടാക്കുവാണോ? ഏഴാമത്തെ നോക്കിക്കേ. ഐ ഹാവ് ഡാഷ് 2 ആണോ 3 ആണോ? 2 കാൽപാദമാണോ 3 കാൽപാദമാണോ നമുക്കുള്ളത്? 2 അല്ലേ? അപ്പൊ 2. അവിടെ വരെ എല്ലാവരും ചെയ്തോ? ഓക്കെ, ഓക്കെ. ഇനി എക്സസൈസ് ഡി നോക്കിയേ മക്കളെ. എക്സസൈസ് ഡി കണ്ടോ? മാച്ച് ഈച്ച് ആക്ഷൻ ടു ദ സെൻസ് ഓർഗൻ. എക്സസൈസ് ഡി എല്ലാവരും കണ്ടോ? എക്സസൈസ് ഡി കണ്ടില്ലേ? അതിന് നമുക്ക് മാച്ച് ചെയ്യണം അല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. നോക്കുക, ഫസ്റ്റ് വൺ നമുക്ക് അവിടെ എങ്ങനെയാ ഉള്ളത്? ഹിയർ
Hear the bell. അല്ലേ, അങ്ങനെയല്ലേ ഉള്ളത്? Hear the bell. അങ്ങനെയാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പൊ ഹിയർ ദ ബെൽ, ബെല്ല് കേൾക്കുന്നത് നമ്മളിപ്പോ ഒന്നും എഴുതരുത് കേട്ടോ. ഇപ്പൊ ഒന്നും എഴുതരുത്, ടീച്ചർ പറയുന്ന കേൾക്കുക. ഹിയർ ദ ബെൽ എന്ന ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ഡിക്കകത്ത് നിങ്ങൾ കണ്ടോ? മാച്ച് ഈച്ച് ആക്ഷൻ ടു ദ സെൻസ് ഓർഗൻ. കണ്ടായിരുന്നോ നിങ്ങളത്? ഈ എക്സസൈസ് ഇത് കണ്ടോ? ഇത് കണ്ടോ നിങ്ങള്? ഇതാരാ ഇത് വരയ്ക്കുന്നത് സ്ക്രീനില്? ഓക്കെ, ഞാൻ കണ്ടുപിടിക്കുവേ. ഡോണ്ട് ഡു ഇറ്റ്. നല്ല കുട്ടികളാണ് ഇനി ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഹിയർ ദ ബെൽ. ബെല്ല് കേൾക്കുന്നതിന് നമ്മളെ ഏത് സെൻസ് ഓർഗനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇയർ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ നേരെ അത് എങ്ങോട്ടാ വരയ്ക്കേണ്ടത്? ഇയറിന്റെ നേരെ വരയ്ക്കുക. ഹിയർ ദ ബെൽ. അപ്പോ ഹിയർ ദ ബെൽ എന്നുള്ളിടത്ത് നിന്ന് ഒരു വരയിട്ട് അത് നേരെ ഇയേഴ്സ് എന്നുള്ളിടത്ത് എത്തിക്കുക. ഇയേഴ്സ് മാച്ച് ചെയ്യുക. ഹിയർ ദ ബെൽ എന്നുള്ളിടത്ത് നിന്ന് ഒരു വരയിട്ട് നേരെ ഇയേഴ്സ് എന്നിടത്തേക്ക് വരയിടുക. മാച്ച് ചെയ്തേ. മാച്ച് ദ ഫോളോയിങ്സ്. ഹിയർ ദ ബെൽ, ഇയേഴ്സ് അല്ലേ? രണ്ടാമത്തെ എന്താ മക്കളെ? സ്മെൽ എ റോസ് അല്ലേ? സ്മെൽ എ റോസ്. സ്മെൽ എ റോസ്. ഒരു നല്ല റോസപ്പൂ മണക്കുന്നത് നമുക്ക് അതിന്റെ മണം തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ ഏതാ? നമ്മുടെ നോസ് ആണ് അല്ലേ? നോസ്. അപ്പോ രണ്ടാമത്തത് നോസിന്റെ നേരെ വരച്ചേ. സ്മെൽ എ റോസ്, അത് നോസ്. ഫസ്റ്റ് വൺ ഹിയർ ദ ബെൽ, അത് ഇയേഴ്സിന്റെ നേരെ വരയ്ക്കണം. രണ്ടാമത്തെ സ്മെൽ, നമ്മളെ സ്മെൽ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നോസ് ആണ്. രണ്ടാമത്തത് നോസ്. ഇനി മൂന്നാമത്തത് നോക്കിക്കേ. ടേസ്റ്റ് എ മാംഗോ. ടേസ്റ്റ് എ മാംഗോ. ടേസ്റ്റ് എ മാംഗോ എന്താണ്? ടേസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ ഏതായിരുന്നു? ടങ് ആണല്ലേ? ഓക്കെ, ടങ് ആണ്. ടേസ്റ്റ് എ മാംഗോ, ടങ്. നെക്സ്റ്റ് വൺ റീഡ് എ ബുക്ക്. റീഡ് എ ബുക്ക്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഐസ് ആണല്ലേ? ഐസ്. So hear the bell, ears, smell a rose, nose, taste a mango, tongue, read a book, eyes. Okay, അത്രയും മാച്ച് ചെയ്തില്ലേ നിങ്ങള്? എല്ലാരും അത് ചെയ്തില്ലേ മക്കളെ? യെസ്. ഇനി ടീച്ചർ ആരാ? ഇനി അതേഴ്സ് ചെയ്തില്ലേ? പെട്ടെന്ന് എഴുതണേ. ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. എഴുതു പറഞ്ഞല്ലോ ടീച്ചർ പറഞ്ഞേ. അത് വരച്ചാ മതി എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിന്റെ നേരെ വരച്ചാ മതി. ടെക്സ്റ്റ് ബുക്കിൽ എഴുതേണ്ടത് നോട്ട് വേഗം ചെയ്തു. ഹിയർ ദ ബെൽ, അത് ഇയേഴ്സിന്റെ നേരെ വരയ്ക്കുക. സ്മെൽ എ റോസ്, അത് നോസിന്റെ നേരെ വരയ്ക്കുക.
മാംഗോ, അത് ടങ്ങിലേക്ക് വരയ്ക്കുക. ലാസ്റ്റ് വൺ റീഡ് എ ബുക്ക്, ഐസ്, ഐസിലേക്ക് വരയ്ക്കുക. ആരാ സ്ക്രീനിൽ വരയ്ക്കുന്നേ? ഓക്കെ, എല്ലാവരും ചെയ്ത് കഴിഞ്ഞില്ലേ? ഓക്കെ, ഓക്കെ. ഇനി ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഹോംവർക്ക് ടീച്ചർ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ മാച്ച് ദ ഫോളോയിങ്, അത് നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ. എഴുതുക വേണ്ടത്, വരച്ചു വെക്കുവല്ല വേണ്ടേ. ഇപ്പൊ ടീച്ചർ കാണിച്ചതുപോലെ ഹിയർ ദ ബെൽ എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ എന്തെഴുതണം? ഇയേഴ്സ്. സ്മെൽ എ നോസ്, സ്മെൽ എ റോസ്, അതിന്റെ നേരെ നോസ് എന്ന് എഴുതുക. ടേസ്റ്റ് എ മാംഗോ, അതിന് നേരെ ടങ് എന്ന് എഴുതുക. റീഡ് എ ബുക്ക്, അതിന് നേരെ ഐസ് എന്ന് എഴുതുക. അങ്ങനെ എഴുതി നോട്ട്ബുക്കിൽ അത് എഴുതി ഇന്ന് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. ചെയ്യില്ലേ എല്ലാവരും? ഇപ്പൊ തന്നെ ചെയ്തു കേട്ടോ. ഈ ക്ലാസ് കഴിയുന്ന പാടെ എഴുതി ഗ്രൂപ്പിൽ ഇട്ടോളൂ. ഓക്കെ, ആരും മറന്നു പോവരുത്. ഞാൻ നോക്കൂ ആരൊക്കെ ഹോംവർക്ക് ചെയ്തിട്ടുള്ളതെന്ന്. ഒരു പ്രാവശ്യം കൂടെ ഹോംവർക്ക് പറയാണ്. എന്താണ് ഹോംവർക്ക്? എക്സസൈസ് ഡി, മാച്ച് ഈച്ച് ആക്ഷൻ ടു ദ സെൻസ് ഓർഗൻ. ഇത് നോട്ട്ബുക്കിൽ എഴുതി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. അതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? യെസ്. എന്തേ ആദ്യത്തെ എന്താ പറയുന്നേ? അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് യുവർ സെൽഫ് ആദിത്. നോ, വൺസ് അഗൈൻ അൺമ്യൂട്ട് യുവർ സെൽഫ്. എന്താ മോനെ കേട്ടില്ല? എത്ര പ്രാവശ്യം എഴുതണം? ഒരു പ്രാവശ്യം എഴുതിയാ മതി. ഇതെല്ലാം എഴുതണം ഒറ്റ പ്രാവശ്യം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്റെ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്? നമ്മുടെ ബോഡി പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ നമ്മുടെ ഹാൻഡ്സിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോൾഡ് ചെയ്യാനും എഴുതാനും ക്ലാപ്പ് ചെയ്യാനും അല്ലേ? യെസ്, our hands help us to hold things, to write and to clap. മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചതോ our legs help us to, നമ്മുടെ കാലുകൾ നമ്മളെ എന്തിനൊക്കെ സഹായിക്കുന്നേ? our legs help us to walk, to run, to jump and to hop. Then our eyes help us to see, our nose help us to smell, our ears help us to hear, our skin helps us to feel. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെയോ our tongue helps us to taste. പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ് ഏതൊക്കെയായിരുന്നു? കഴിഞ്ഞ ക്ലാസ് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നല്ലോ. our sense organs which help us to know the outer world. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചും നമ്മളൊക്കെ അറിയുന്നതിന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ? 5 വിൻഡോസ് ഓഫ് അവർ ബോഡി എന്ന് കൂടെ പറയാം. അപ്പൊ ഏതൊക്കെയാണത്? ഐസ്, നോസ്, ഇയേഴ്സ്, സ്കിൻ ആൻഡ് ടങ് അല്ലേ? ഏതൊക്കെയാണെന്നൂടെ പറഞ്ഞേ. ഐസ്, നോസ്, ഇയേഴ്സ്, സ്കിൻ ആൻഡ് ടങ്.
ഇതാണ് 5 sense organs. These are the 5 sense organs we have. Okay. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഈ പാഠത്തില്. അതിന്റെ എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്തു അല്ലേ? ഇനി ഈ പാഠത്തിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പാഠത്തെ കുറിച്ച് ചോദിക്കാൻ? എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടോ? ബിയോണ എന്താ ബിയോണ? അൺമ്യൂട്ട് ചെയ്തേ. നോട്ട്ബുക്കിലോട്ട് എഴുതണോ? നോട്ട്ബുക്കിലോട്ട് എഴുതണം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? മുഹമ്മദ് കിടക്കുവാണോ മോനെ? സാവിയോ എന്താ സാവിയോ? അൺമ്യൂട്ട് ചെയ്തേ. മിസ്സേ 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 എന്താ ലെഗ് ടു ഹോപ്പ് എന്ന് പറഞ്ഞ എന്താ? ലെഗ് ടു ഹോപ്പ്. സാവി എന്താ പറഞ്ഞു കേട്ടില്ല മോനെ? ലെഗ് ടു ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഗ് ടു ഹോപ്പ്. പറഞ്ഞിരുന്നു. അത് നമ്മൾ എക്സസൈസിൽ ചെയ്തിരുന്നു. നമ്മൾ എക്സസൈസിൽ ചെയ്തതല്ലേ? ചെയ്തിരുന്നു. ഇതേ വേറെന്താ പറയാനുള്ളേ? ഒന്നുമില്ല. ഹോപ്പ് എന്താ? ഹോപ്പ് എന്ന് എഴുതിയാൽ മതി. തുള്ളുക. തുള്ളുക. ഹോപ്പ് എന്ന് പറഞ്ഞ മീനിങ് നമ്മള് ജമ്പ് എന്ന് പറഞ്ഞ ചാടുക അല്ലേ? ഹോപ്പ് എന്ന് പറഞ്ഞ തുള്ളുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ ഇനി ആർക്കെങ്കിലും? അപ്പൊ എല്ലാവരും ഇത് നോട്ട് കംപ്ലീറ്റ് ആക്കില്ലേ? നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലേ ഇന്ന് എല്ലാവരും? യെസ്, എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ഒന്നാം പാഠത്തിന്റെ അടുത്ത ക്ലാസ്സിലുണ്ടല്ലോ ടീച്ചറെ എഴുതിപ്പിക്കുവേ. എന്താന്നറിയോ? അവർ ഹാൻഡ്സ് ഹെൽപ്പ് us to. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മുടെ ഹാൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എഴുതാൻ ടീച്ചർ പറയും. അപ്പൊ അത് പഠിച്ചിരിക്കണം കേട്ടോ. അത് എഴുതാൻ പഠിക്കണം. ഹോൾഡ്, ഹോൾഡിന്റെ സ്പെല്ലിംഗ് പഠിക്കണം. റൈറ്റിന്റെ സ്പെല്ലിംഗ് പഠിക്കണം. ക്ലാപ്പിന്റെ സ്പെല്ലിംഗ് പഠിക്കണം. ടീച്ചർ പറയുമ്പോ എഴുതി കാണിക്കണേ. അതുപോലെ ലെഗ്സിന്റെ, അതുപോലെ ഐസ്, നോസ്, ഇയേഴ്സ്, സ്കിൻ. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. അടുത്ത ആഴ്ച ടീച്ചർ ഒരു ടെക്സ്റ്റ് ഇടും കേട്ടോ. യെസ്, അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഒരു ടെക്സ്റ്റ് ഇടും. എങ്ങനെയാണ്? ടീച്ചർ ചോദിക്കും അവർ ഹാൻഡ്സ് ഹെൽപ്സ് us to. നമ്മളോട് എഴുതാൻ പറയും. നമ്മുടെ കൈകൾ നമ്മളെ എന്തിനൊക്കെയാ സഹായിക്കുന്നത് എഴുതാൻ പറയും. അപ്പൊ എന്തൊക്കെ എഴുതണം? ഹോൾഡ്, റൈറ്റ്, ക്ലാപ്പ്. അത് എഴുതാൻ അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചിരിക്കണം. അതുപോലെ ടീച്ചർ പിന്നെ ചോദിക്കും അവർ ലെഗ്സ് ഹെൽപ്പ് us to. നമ്മുടെ കാലുകൾ നമ്മളെ എന്തിനൊക്കെ സഹായിക്കുന്നെന്ന് ചോദിക്കും. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ? വാക്ക്, റൺ, ജംപ്, ഹോപ്പ്. ഇത്രയും കാര്യങ്ങൾ എഴുതണം. പിന്നെയോ അവർ ഐസ് ഹെൽപ്പ് us to. അപ്പോ സീ എന്ന് എഴുതുക. അവർ നോസ് ഹെൽപ്സ് us to. സ്മെൽ എന്ന് എഴുതണം അവിടെ. Then our ears, ഇയേഴ്സിന് നേരെ എന്തെഴുതും? ഹിയർ. സ്കിൻ, ഫീൽ. ടങ്ങോ, ടേസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. സ്പെല്ലിങ്സ് പഠിക്കുക. മനസ്സിലായോ? ബുദ്ധിമുട്ടുണ്ടോ? ചെറിയ ചെറിയ വാക്കുകളല്ലേ, പഠിക്കാൻ പറ്റും കേട്ടോ.
നമുക്ക് അടുത്ത ക്ലാസ്സില് രണ്ടാം പാഠം നമുക്ക് പഠിക്കണം അല്ലേ? രണ്ടാം പാഠം കണ്ടിട്ടുണ്ടോ? പാഠ പേരൊന്ന് മറിച്ച് നോക്കിക്കേ. രണ്ടാം പാഠത്തിലേക്ക് ഒന്ന് പിക്ചർ ഒന്ന് നോക്കിക്കേ. എന്താ നോക്കിക്കേ? മൈ ഫാമിലി എന്നാ കൊടുത്തേക്കുന്നേ അല്ലേ? മൈ ഫാമിലി. മൈ ഫാമിലി എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? എന്റെ കുടുംബം അല്ലേ? അപ്പോ എന്താണ് ആ പിക്ചർ നോക്കിക്കേ. ഒരു അച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട് അല്ലേ? 2-3 മക്കളുണ്ട്. അടുത്ത പിക്ചറില് ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട് അല്ലേ? അപ്പോ ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സില് പഠിക്കണം അല്ലേ? യെസ്. A father, mother and children make a family എന്നാ പറയുന്നത്. അപ്പൊ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കുടുംബം അല്ലേ? നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ എല്ലാവരും കൂടെ കൂടുന്നതാണ് ഫാമിലി അല്ലെ? നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയാ ഉള്ളേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ഇനി ചേട്ടനുണ്ടെങ്കിലോ ബ്രദർ ഉണ്ട് അല്ലേ? സിസ്റ്റർ ഉണ്ട്, പിന്നെയോ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ടാവും അല്ലേ? യെസ്. അപ്പൊ ഇവരെല്ലാം കൂടുന്നതാണ് എന്ത്? നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ടീച്ചറിനോട് ചോദിക്കാനുണ്ടോ? അപ്പൊ ഹോംവർക്കിന്റെ കാര്യം ആരും മറന്നു പോയേക്കരുത്. നേരത്തെ തന്നെ എഴുതി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അത് എഴുതുമ്പോ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കണ്ട. നന്നായിട്ട് നല്ല ഭംഗിയായി നീറ്റായിട്ട് എഴുതാം കേട്ടോ. അപ്പോ once again I am reminding you about the homework. You should do the homework and in the next class you should study this lesson and come.